ഓക്കെ, നെക്സ്റ്റ് വേർഡിലേക്ക് നമുക്ക് വരാം. ഹൗ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ്. സർട്ടിഫിക്കറ്റ്. ലുക്ക് ചെയ്യാം, സർട്ടിഫിക്കറ്റ്. എങ്ങനെ അത് എന്ത് ചെയ്യണം? ഞാൻ സ്പെല്ലിംഗ് തെറ്റിയോ നോക്കാൻ വേണ്ടിയാണ് എഴുതി കൊണ്ടുവന്നത്. ശരിക്കും ശ്രദ്ധിക്കാം. സ ആ സ ട് ഇ സറ്റി ഫ ഇ. അപ്പൊ ഇ എന്നുള്ള സൗണ്ടിന് റെപ്രസെന്റ് ചെയ്യാൻ ഓർത്തോഗ്രാഫിയിൽ, അതായത് ലെറ്റേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐ ആണ്. ഐ എന്നുള്ള എപ്പോഴും എന്താണ്? ഇ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. സ ടി ഫി ക ആ ട്. ഇനി ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. സ ടി ഫി കെറ്റ്. സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഹിയർ the primary stress is placed before t because sa is prefix. Historically, ടിഫിക്കറ്റ് ചരിത്രപരമായിട്ട് പദങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നാണ് ഇപ്പോൾ ഈ ഡയക്രോണിക്. ഡയക്രോണിക് എന്ന് പറയുമ്പോൾ സിൻക്രോണിക്, ഡയക്രോണിക് ഉണ്ട്. അതായത് സിൻക്രോണിക് എന്ന് പറയുമ്പോൾ ഡയക്രോണിക് ആൻഡ് സിൻക്രോണിക് ക്ലാസ്സുകളിൽ പഠിച്ചു കാണും. ചരിത്രപരമായിട്ടും വർത്തമാനകാലത്തിലും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡയക്രോണിക് ആൻഡ് സിൻക്രോണിക്. അപ്പൊ ഇന്ന് ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. പണ്ടത് ടിഫിക്കറ്റ് എന്നുള്ള ഒരു പദം ഉണ്ടായിരുന്നിരിക്കാം, അതിനു മുമ്പിൽ പ്രിഫിക്സ് സ വന്നതാണ്. ഇപ്പൊ സർട്ടിഫിക്കറ്റ്, നമ്മളത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നോ, ഇറ്റ്സ് സ ടി ഫി കെറ്റ് ആൻഡ് ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി സെക്കൻഡ് സിലബിൾ. സർട്ടിഫിക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഈ ഒരു പദം ശരിക്കും ശ്രദ്ധിക്കണം. CONDUCT. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, there are certain disyllabic words in English which are used both as noun, adjective and as verb. അപ്പോ ഇത് നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇത് നൗൺ ആയിക്കൊണ്ട് നമ്മളൊന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. ക ഓ കോൺ ഡ ആ ക ച. ഇനി ഒന്ന് പ്രൊനൗൺസ് ചെയ്തൊക്കെ. കോൺടാക്ട്. നമ്മൾ പറയാറ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതിവിടെ നൗൺ ആയിട്ടാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ക ഓ ന ഡ ആ. ദ ഡ എന്നാണ് ഡ. Contact. So, when contact is used as a noun, primary stress falls on the first syllable. The word has only two syllables. Contact. Contact. ഇപ്പൊ noun ആയിട്ടും adjective ആയിട്ടും contact. അപ്പൊ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് contact എന്നാണ്. അപ്പൊ എന്തായിരിക്കണം? പ്രൈമറി സ്ട്രെസ് ഫസ്റ്റ് സിലബിളിലായിരിക്കണം. But the same word when it is used as a verb. ക ആ ന ഡ ആ ക ട്. അപ്പൊ ഇവിടെ കോ എന്നാണ്, കോൺടാക്ട് ആണ്, സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ കോൺടാക്ട്. പക്ഷേ നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് കൺടാക്ട്, കൺടാക്ട്. ഓക്കെ, അങ്ങനെ വരുന്ന അവസരത്തിൽ when it is used as verb, ഇവിടെ എം എന്ന് പറയുമ്പോൾ നൗണോ എഡ്ജക്റ്റീവോ ആയിട്ട് വരുമ്പോൾ primary stress is placed on the first syllable. But when contact is used as a verb, the primary stress is placed on the second syllable. Okay, contact, contact. കൂടെ കാത്തിരിക്കരുത്, കൂടെ അങ്ങനെ എന്ത് ചെയ്യാം? എഴുതി പോരാ. ഓക്കെ, കൺടാക്ട് എന്നുള്ള നൗൺ ആയിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത് കോൺടാക്ട് ആണ്. വാപ്പായിട്ട് വരുമ്പോൾ ഉച്ചരിക്കേണ്ടത് എന്താണ്? കൺടാക്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആബ്സെന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്? ആബ്സെന്റ് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. I B S abs abs absent
ഷി ഈസ് ആബ്സെന്റ് ടുഡേ. ഷി ഈസ് ആബ്സെന്റ് ടുഡേ. ആബ്സെന്റ് എന്നുള്ള എഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദ പ്രൈമറി സ്ട്രെസ് ഫാൾസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ആബ്സെന്റ്. ഓക്കെ, ആബ്സെന്റ്. ഇവിടെ എന്താണ് ആബ്സെന്റ്? ആബ്സെന്റ്. ഇവിടെ എഡ്ജക്റ്റീവ് ആയിട്ടോ നൗൺ ആയിട്ടോ വരികയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്. പക്ഷെ ഇതേ വേർഡ് വേർബ് ആയിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. ആ ബ സ് എ ന ട്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന വ്യത്യാസം കൂടെ നോക്കാം. അബ്സെന്റ്, അബ്സെന്റ്. ഇവിടെ ആബ്സെന്റ് ആണ്, ആബ്സെന്റ് ആണ്. ഇവിടെയും ഇവിടെയും വരുന്ന മാറ്റം നോക്കാം. നൗൺ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പം ആബ്സെന്റ്. വേർബ് ആയിട്ട് വരുമ്പോൾ ഇവിടെ നോക്കാം. ആ ബ സെന്റ്, absent. Primary stress is placed or shifted onto the second syllable. അപ്പോൾ verb ആയിട്ട് വരുന്ന അവസരത്തിൽ ab എന്നുള്ളതാണ് ഫസ്റ്റ് സിലബിൾ, sent എന്നുള്ളതാണ് സെക്കൻഡ് സിലബിൾ. അപ്പോൾ absent എന്നുള്ള പദം verb ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കാം. അവിടെ സെക്കൻഡ് സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പദങ്ങൾ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, മിക്കവാറും എന്ത് എന്നുള്ളതാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. എക്സ്പെക്ട്. ഇനി അടുത്ത് നോക്കാം. ഫാദർ, ഫാദർ. അപ്പോ ഈ ഒരു സിമ്പിൾ ശ്രദ്ധിക്കാം. ദിസ്, ദാറ്റ്. അതെങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഫാദ് ആയിട്ടുള്ളൂ. ഫാദർ, ഫാദർ. ഫൈനൽ is not realized. So it's father. Father. Primary stress. Most of the disyllabic words, the primary stress is placed on the first syllable. In most of the disyllabic words, നേരത്തെ പറഞ്ഞ സെൽഫും എവറും വീക്ക് പ്രിഫിക്സും ഒഴികെ നേരത്തെ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഫാദർ. അടുത്ത് നോക്കാം. ഡോക്ടർ, ഡോക്ടർ. എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്കാം. മലയാളികൾ ഡോക്ടർ എന്ന പറയല്. ബട്ട് ഇൻ ഇംഗ്ലീഷ് വി യൂസ് ദ ഷോർട്ട് വവൽ ഓ. ഷോർട്ട് വവൽ ഓ. ഓ, ഡ, ഓ. നോക്കിയ നിങ്ങൾക്ക് ഈ ഓ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു മേ റൈറ്റ് ദിസ് ഓ. പക്ഷേ ഡാനിയൽ ജോൺസ് കൊടുത്തിരിക്കുന്നത് ദിസ് ഓ ആണ്. സ്റ്റാൻഡേർഡ് ഡിക്ഷണറിയിൽ ദിസ് ഓ. ജോ, ക, ട്, ആ. ഡോക്ടർ രണ്ട് സിലബിളാണ്. ഡോക്ടർ ഈസ് എ ഡൈസിലബിക് വേർഡ്. ഡോക്ടർ. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. പ്രൈമറി സ്ട്രെസ് എവിടെയാണ്? ഫസ്റ്റ് സിലബിളിന്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Most of the students do not know how to pronounce this word. Transcription എന്റെ കൂടെ പ്രൊനൗൺസ് ചെയ്തോളൂ. ല, ആ, ഫ, ട, ആ. So it's not laugher, but it is laughter. Laughter. മലയാളികളൊക്കെ ഇത് പ്രൊനൗൺസ് ചെയ്യുക എന്തെന്നുള്ളതാണ്. ഒന്നുകിൽ ലോഫർ, നന്നാക്കി പറയും. ലോഫ്, LOAF, ലോഫ് എന്നുള്ള ബ്രെഡിന്റെ കഷ്ണങ്ങൾക്ക് പറയുന്നതാണ് ലോഫ് ഓഫ് ബ്രെഡ്, അല്ലെങ്കിൽ ലോവ്സ് ഓഫ് ബ്രെഡ്. അത് LOAF വേറെ ഉണ്ട്. ഇത് ശരിക്കും ക്ലിയർ ആയിക്കൊണ്ട് ലാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ലാഫ്. അതോടൊപ്പം തന്നെ ട് മസ്റ്റ് ബി പ്രൊനൗൺസ്ഡ് ക്ലിയർലി. വളരെ ക്ലിയർ ആയിക്കൊണ്ട് അത് പ്രൊനൗൺസ് ചെയ്തോണം. സോ ഇറ്റ് ഈസ് നോട്ട് ലാഫർ, ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ലാഫ്റ്റർ. Laughter. Primary stress is placed on the first syllable.
Why? Because it is a disyllabic word. Okay, next നോക്കാം. See, it can be pronounced educate. മിക്കവാറും educate എന്നുള്ള ചില ആക്സെന്റിൽ educate ആണ്. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് എന്താണ്? Jew എന്ന് തന്നെയാണ്. ചില ബ്രിട്ടീഷ്, in Britain itself there are many varieties of English. King's English, Queen's English, British, Cockney English, Oxford English. മനസ്സിലായില്ലേ? അതിൽ ചില ആക്സെന്റില് സ്ലാങ് ആയിക്കൊണ്ട് എഡ്യൂക്കേറ്റ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഇത് എന്ത് തന്നെയാണ്? എഡ്യൂക്കേറ്റ്. ഓക്കെ, നമുക്ക് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. എ ജ, ഡേറ്റ് 3 കഴിഞ്ഞാൽ ജ, എജ്യു, ക എയ്റ്റ്, എഡ്യൂക്കേറ്റ്, എയ്. ഒരിക്കലും എഡ്യൂക്കേറ്റ് എന്ന് പറയാൻ പാടില്ല. അതായത് ഈ എ മലയാളത്തിലുണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എ എന്ന് നീട്ടി ഉച്ചരിക്കേണ്ടടുത്ത് നിങ്ങൾ എപ്പോഴും ഉച്ചരിക്കേണ്ടത് എയ് എന്നാണ്. ഇറ്റ്സ് നോട്ട് സ്റ്റേഷൻ, ബട്ട് ഇറ്റ് ഈസ് സ്റ്റേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഡേ, ബട്ട് ഇറ്റ് ഈസ് ഡേ. ഓക്കെ, എഡ്യൂക്കേറ്റ്, educate. Primary stress or accent is placed on the first syllable. Educate. Garden. ഓക്കെ, നമ്മൾ ഗാർഡൻ, തോട്ടം എന്നൊക്കെ പറയും. ഗാർഡൻ. പ്രൈമറി സ്ട്രെസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഇവിടെ ഒരു ചെറിയ സംശയം, ഞാൻ പഴയ ക്ലാസ്സിൽ സിലബിക് കോൺസണൻസ് എന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കാം, ഇംഗ്ലീഷിൽ ഏതാണ് സിലബിക് കോൺസണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ല ആണ്. ല സിലബിക് എന്ന് പറയാൻ കാരണം when they are word final, ഒരു പദത്തിന്റെ അന്ത്യത്തിൽ നോ ലിയോ വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഉപയോഗിക്കേണ്ട വവൽ ആയാണ്. പക്ഷേ ദാറ്റ് വവൽ ഈസ് എലൈറ്റഡ്. കാരണം നും ലും ഈ ആ എന്നുള്ള ഷോർട്ട് വവൽ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള വവല് ആ അങ്ങോട്ട് എലൈവ് ചെയ്യുക. ഇത് ഗാർഡൻ എന്ന് പറയണ്ട, പകരം എന്താണ്? ഗാർഡൻ. ഇങ്ങനെ വരുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ നോക്കാം, ബട്ടൺ, ബാറ്റിൽ. ഓക്കെ, ബട്ടൺ, ബാറ്റിൽ. ഇവിടെ ല ആണ് ഫൈനൽ. കാരണം ഏക്ക് ഇംഗ്ലീഷിൽ ഈ ഫൈനലിൽ വരികയാണെങ്കിൽ ബാറ്റിൽ എന്ന് പറയാറില്ല, എ സൈലന്റ് ആണ്. ബാറ്റിൽ, ലിറ്റിൽ. ഇപ്പൊ ലിറ്റിൽ നോക്കാം, അവസാനിക്കുക ഇയിലാണ്. അപ്പൊ ഇ എന്നുള്ള സൗണ്ട്, ഇ എന്നുള്ള ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ എ എന്നാണ്. എഗ്, മനസ്സിലായില്ലേ? ഫൈനൽ ഇ വരികയാണെങ്കിൽ ഒരിക്കലും അതിന് റിയലൈസേഷൻ ഇല്ല. അപ്പൊ ബട്ടൺ എന്ന് നമ്മൾ ശരിക്കും ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബട്ടൺ, പക്ഷി. അവസാനത്തിൽ വന്നുകൊണ്ട് നമ്മൾ ഈ വീക്ക് വവൽ അങ്ങോട്ട് എലൈഡ് ചെയ്തിട്ട് നമ്മൾ ഉച്ചാരണം എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുള്ളൂ, ബട്ടൺ. ഓക്കെ, ബാറ്റിൽ എന്നുള്ള ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നോക്കാം, ബാറ്റിൽ. അപ്പൊ ഇംഗ്ലീഷിൽ ഏതാണ് സിലബിക് കോൺസണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ല പദാന്ത്യത്തിൽ വരികയാണെങ്കിൽ ആ ലിന്റെ തൊട്ട് മുമ്പുള്ള വീക്ക് വവൽ എലൈഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഇവ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സിലബിക് കോൺസണൻസ്. ഇപ്പൊ ഗാർഡൻ അല്ല ഗാർഡൻ എന്ന് പറയണ്ട, ഗാർഡൻ. ഓക്കെ, അടുത്ത നോക്കാം. ഡിലൈറ്റ് സിംഗിൾ വേർഡാണ്. ഡിലൈറ്റ്. ഇവിടെ പ്രിഫിക്സ് അല്ല, ശരിക്കും ശ്രദ്ധിക്കുക. ഡിലൈറ്റ് എന്നുള്ള പദം, ലൈറ്റിന് മുമ്പിൽ ഡി വെച്ചു കൊടുത്തല്ല, ഡിലൈറ്റ് എന്നുള്ള പദം ഉണ്ടായിരുന്നു. പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. ഡിലൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
How is it pronounced? Instruct. 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 Transcribe ചെയ്ത് നോക്കാം. E N S T R A K T. പതുക്കെ നോക്കാം. Instruct. E N S T R A K T. Instruct. Here struct എന്നുള്ള പ്രിഫിക്സ് ആണ്. അതുകൊണ്ട് റൂട്ട് വേർഡിന് സ്ട്രക്ക് എസിനാണ് എന്ത് കൊടുക്കേണ്ടത്? യെസ്, സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇൻസ്ട്രക്ട്. ഞാൻ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന വരാൻ സാധ്യതയുള്ള സർട്ടൻ വേർഡ്സ് ആർ സിലക്റ്റഡ്. കുറച്ച് പദങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ തെറ്റിച്ച് ഉച്ചരിക്കുന്നതാണ്. ഇപ്പൊ നോക്കാം ഇതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ക I P T E N. So its correct pronunciation is captain, not captain. K I P T E N. Captain. Captain. അതൊരു പോക്കറ്റ് അല്ല, ബട്ട് ഇൻസ്റ്റഡ് പോക്കറ്റ്. പോക്കറ്റ്. Captain. Primary stress is on the first syllable. Captain. Okay, captain. Next നോക്കാം. A very simple word, but most of the students do not know how to pronounce it. It's not able, but instead it's able. 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 ല് ഫൈനൽ ആയിട്ട് വന്നുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള വവൽ നമ്മൾ നേരത്തെ പറഞ്ഞു സിലബിക്കാണ്. വവലിനെ ക്യാരി ചെയ്യാനുള്ള പവർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? വീക്ക് വവൽ. സോ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഏബിൾ. ഏബിൾ. പ്രൈമറി സ്ട്രെസ് ഈസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഏബിൾ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ സ്റ്റുഡൻസ് തെറ്റായിക്കൊണ്ട് റോങ് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു പദമാണ് റോങ്ലി പ്രൊനൗൺസ്ഡ് വേർഡ്. ഓക്കെ, it's not because. Most of the students നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ because, because. No. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നോക്കാം. ബ നോക്കാം. ഇ ക ഷോർട്ട് വവൽ ഒ z. Because. 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 Okay. Here b is the prefix, cause is the root word. So the primary stress is on the placed on the second syllable. Because. Next. Simple ആയിട്ടുള്ളൊക്കെ വരുള്ളൂ, എന്നിരുന്നാലും ശ്രദ്ധിക്കാം. Sister. Sister. It's very easy to transcribe. S E S T A. Sister. Sister. Final is not realized. Sister. So the primary accent is on the first syllable. Next നോക്കാം. Below. B E L O. Below. O. ഈ O എന്നുള്ള തെറ്റിക്കുന്ന ഒന്നാണ്. ഓ ഗോൾഡ്. ഓക്കെ, ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഓ ഗോൾഡ്. ഓക്കെ, അല്ലെങ്കിൽ ഗോ. ഗോ. ഓ എന്നുള്ളതാണ്. ഓ. ഓ. ബില്ലോ. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു എന്താണ്? ഡിഫ്തോങ് ആണ് ഓ. ഇങ്ങനെ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഔ, കൗ, നൗ, ഔൾ, ഹൗസ്. പക്ഷെ അത് ഓ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഓ. ബില്ലോ. ബില്ലോ. ലോ ഈസ് ദ റൂട്ട് വേർഡ്. ബി എന്നുള്ള എന്താണ്? പ്രിഫിക്സ് ആണ്. ബില്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എഴുതുമ്പം നമ്മൾ എക്സാമിനേഷൻ. ലോങ് വേർഡ്. എക്സാമിനേഷൻ. അത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം ശരിക്കും ശ്രദ്ധിക്കാം. ഇ ഗ സ ഐ മ
E N A ഷൻ. എക്സാമിനേഷൻ. എക്സാമിനേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കാം. ഈ ഒരു പദം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പല രീതിയിലും തെറ്റായിക്കൊണ്ട് വരും. ഇ ഗ സ എ മ ഇ നേഷൻ. ഒരു പദം IOL അവസാനിക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ റൂൾസ് ഓഫ് എക്സാമിനേഷൻ ഐ ഹാവ് ഓൾറെഡി ടോട്ട് യു, നേരത്തെ പഠിപ്പിച്ച IOL അവസാനിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം സ്ട്രെസ്. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ന. എക്സാമിനേഷൻ. എക്സാമിനേഷൻ. ഓക്കെ, അടുത്ത് നോക്കാം. trouble. trouble. okay, trouble. T R A B L. trouble. T R A B L. trouble. Primary accent is on the first syllable. Sorry, on the first syllable. trouble. okay, trouble. ഇനി നോക്കാം. പാർട്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക എന്ന് പറയാറുണ്ട്, പക്ഷെ അത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ശരിക്കും ശ്രദ്ധിക്കാം. ഇറ്റ്സ് പ ആ ക ട്. ഇറ്റ്സ് പാർട്ട്. പാർട്ട്. നോട്ട് പാർക്ക്ഡ്. പാർക്ക്ഡ് എന്ന് പറയാൻ പാടില്ല. ഇറ്റ്സ് പാർട്ട്. എവിടെയാണ് ട് എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇഡിക്ക് 3 പ്രൊനൗൺസിയേഷൻ വരും. ഡ, ഇഡ്, ട്. ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോ ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട എന്താണ്? പാർട്ട്. ഓക്കെ, പാർട്ട്. ചില പദങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. നോക്കാം. കാ. വെരി സിമ്പിൾ ട്രാൻസ്ക്രിപ്ഷൻ. ക ആ, അത്രയും മതി. കാർന്ന് വേണ്ട. കാ. പ്രൈം ആക്സന്റ് ഈസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. കാ. പക്ഷെ അടുത്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. സീരിയസ്. ഓക്കെ, സീരിയസ്. ഇത് ഞാൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കിയോളൂ. കറക്റ്റ് ശ്രദ്ധിക്കാം. സ ഇ ആ ര ഇ ആ സ. So its correct pronunciation is serious. Serious, not a serious. കേരളക്കാര് സി എന്നാണ് പ്രൊനൗൺസ് ചെയ്യാറ്, പക്ഷെ അതല്ല. സിയ, സിയ, റിയ, സ. സിയരിയസ്. സിയരിയസ്, not a serious. സിയ, ഇയ, ര, ഇയ. Serious. Okay, primary stress is on the first syllable. Serious. Let's have a short break, then we shall continue. Okay.